സ്നേഹം നിറഞ്ഞവരെ, ഒത്തിരി സന്തോഷത്തോടുകൂടെ നമ്മുടെ ഡിവൈൻ വോയിസിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുകയാണ്. പ്രത്യേകമായിട്ട് നമ്മൾ ക്രിസ്മസിനൊക്കെ ആയിട്ട് അടുത്തൊരുങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ വചനം നമ്മിൽ മാംസം ധരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ഇരുന്നുകൊണ്ട് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവരെയും, അവരുടെ കുടുംബങ്ങളെയും അവരുടെ നിയോഗങ്ങളെയും എല്ലാം കർത്താവ് സമർത്ഥമായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഈശോയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ, ഈശോയുടെ ജനനത്തെക്കുറിച്ച്, മനുഷ്യാവതാരത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ ആദ്യമായിട്ട് നമ്മൾ മനസ്സിലേക്ക് കടന്നു വരുന്നത് പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം കൊണ്ട് ഈ ലോകത്തിലേക്ക് കടന്നു വന്നൊരു മിഷണറി, ആദ്യത്തെ മിഷണറി ആയിട്ട് ഈശോ നമ്മുടെ മുന്നിൽ അവതരിക്കുകയാണ്. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു എന്ന് വചനം പറയാം. വചനമായിരുന്ന ദൈവം, യോഹന്നാന്റെ സുവിശേഷം ആരംഭിക്കുന്ന തന്നെ ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. ആ ദൈവത്തോടു കൂടിയായിരുന്ന വചനം മനുഷ്യന് മനസ്സിലാവുന്ന ഭാഷയിലേക്ക്, മനസ്സിലാവുന്ന രീതിയിലേക്ക് അവതരിച്ചത്, വചനം മാംസമായത് ക്രിസ്മസ്. അപ്പൊ ദൈവത്തിന്റെ സ്നേഹം അല്ലെങ്കിൽ സ്വർഗരാജ്യം ഈ ഭൂമിയിൽ നമ്മുടെ ഇടയിൽ കൊണ്ടുവന്ന ആദ്യത്തെ ദൈവത്തിന്റെ മിഷണറി, അതാണ് ഈശോനാഥൻ. ആ യേശുവിനെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം. ആ യേശു നമുക്ക് നൽകിയ സ്നേഹം, ഒറ്റ കാര്യം മാത്രമേ ഈശോയ്ക്ക് പറയാനുണ്ടായിരുന്നു, അത് സ്വർഗരാജ്യം എന്നുള്ള ഒരൊറ്റ കാര്യമാണ്. അതുപോലെ തന്നെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, വേറെ ഒന്നും ഈ മിഷണറിക്ക് പറയാനുണ്ടായില്ല. ഞാൻ എൻ്റെ പിതാവിനെ അറിയുന്നു, ഞാൻ പിതാവിൻ്റെ പക്കൽ നിന്ന് വന്നിരിക്കുന്നു. ദൈവം സ്നേഹമാണ്, ദൈവം നമ്മുടെ പിതാവാണ്. ഈ ഒരു വലിയ സത്യം കൊണ്ട് നമ്മുടെ ഇടയിലേക്ക് അവതരിച്ച യേശുനാഥനെ, ഈശോ മിശിഹായെ, ത്രിത്വത്തിലെ രണ്ടാമത്തെ ആളായ വചനമാവുന്ന യേശുവിനെ ആരാധിച്ചുകൊണ്ട്, സ്തുതിച്ചുകൊണ്ട് നമുക്ക് ഈ വചന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കാം. ഈശോയ്ക്ക് ശേഷം ആരാണ് നമുക്ക് ബൈബിളിൽ ഒരു മിഷണറി ആയിട്ട് കാണാൻ സാധിക്കുക എന്ന് ചോദിച്ചാൽ അത് പരിശുദ്ധ അമ്മയാണ്. പരിശുദ്ധാത്മാവിനാല് ഉദരത്തില് യേശുവിനെ വഹിച്ച ആ പരിശുദ്ധ അമ്മ, വചനം പറയാണ്, തിടുക്കത്തില് മലമ്പ്രദേശത്തു കൂടി ഓടുകയാണ്. തന്നിൽ നിറഞ്ഞ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാൻ വേണ്ടി, ആ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് മറ്റുള്ളവർക്ക് സേവനം ചെയ്യാൻ വേണ്ടി ഓടിപ്പോകുന്ന ഒരു മിഷണറി ആയിട്ട് നമുക്ക് പരിശുദ്ധ അമ്മയെ കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോൾ ഈശോയ്ക്ക് ശേഷം യേശുവിന് മിഷണറി ആയി തീർന്ന ആദ്യത്തെ വ്യക്തി ആരാന്ന് ചോദിച്ചാൽ ബൈബിൾ നമ്മോട് പറഞ്ഞു തരിക പരിശുദ്ധ അമ്മയാണ്. ആ ഈശോയെയും ഉദരത്തിൽ വഹിച്ചുകൊണ്ട് ആ യേശുവിനെയും കൊണ്ട് പോവുക. എലിസബത്തിൻ്റെ അടുത്തേക്ക് പോകുന്നു. ആ എലിസബത്ത് ഈ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞിട്ട് അമ്മയുടെ സാന്നിധ്യം കൊണ്ട്, പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ആനന്ദത്തോടു കൂടി തുള്ളിച്ചാണ് നമ്മൾ കാണുകയാണ്. കർത്താവിനെ അനുഭവിച്ചറിഞ്ഞു കഴിയുമ്പോൾ ഉണ്ടാകുന്ന ഒരു ആനന്ദം നമുക്ക് അവിടെ കാണാൻ സാധിക്കും. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മ ഒരാൾക്ക് യേശുവിനെ കൊടുക്കാൻ സാധിച്ചപ്പോൾ ഉണ്ടായ നിർവൃതി എത്ര മനോഹരമായിട്ട് പറയും. എൻ്റെ ആത്മാവ് ദൈവത്തിൽ ആനന്ദിക്കും. ആ ഒരു ആനന്ദം, മനസ്സിൻ്റെ ആനന്ദം, ഒരു യേശുവിനെ മറ്റുള്ളവർ കൊടുക്കുമ്പോൾ ഉണ്ടാകുന്നൊരു അനുഭവം, ഇതാണ് നമ്മൾ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണുക. ശക്തനാവൻ വലിയ കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു, ഇനി തലമുറകൾ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. ഓരോ വ്യക്തിയും അനുഭവിക്കുന്ന സന്തോഷം ഇതാണ്. നമ്മൾ അനുഭവിക്കുന്ന യേശുവിനെ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഓരോ മിഷണറിയും അനുഭവിക്കുന്ന സന്തോഷം ഇതാണ്. എൻ്റെ ആത്മാവ് ആനന്ദിക്കുന്നു. അതുപോലെ തന്നെ തലമുറ എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കാര്യം ഏതെന്ന് ചോദിച്ചാൽ, ഏറ്റവും അനുഗ്രഹദായകമായ കാര്യം എന്ന് ചോദിച്ചാൽ, നാം അനുഭവിച്ചറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഒരു നിർവൃതി ഉണ്ടല്ലോ, അത് എല്ലാവർക്കും, പ്രത്യേകിച്ച് ഈ വചന ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ആ ഒരു അനുഭവം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ. മരിക്കുന്നതിന് മുമ്പ് ഞാൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കാൻ സാധിച്ചു എന്നുള്ളൊരു അഭിഷേകം, ആ ഒരു കൃപ എല്ലാവർക്കും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക. വീണ്ടും നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ അടുത്തതായിട്ട് ഈശോ, അത് കഴിഞ്ഞ് പരിശുദ്ധ അമ്മ, പിന്നെ ആരാണ് യേശുവിന് വേണ്ടി സാക്ഷ്യം വഹിച്ചുകൊണ്ട് ഇറങ്ങി തിരിച്ചത് എന്ന് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുക യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ നമ്മൾ കാണുന്ന സമറിയക്കാരി സ്ത്രീയാണ്. വളരെ മനോഹരമാണ് ആ ഒരു ചിത്രം.
ഇവിടെ നമ്മൾ കാണുക, ഈ സമരിയക്കാരി സ്ത്രീയെ ഒരു മിഷണറി ആക്കുവാനായിട്ട് ആദ്യത്തെ സ്റ്റെപ്പ് എടുക്കുന്നത് തന്നെ ഈശോയാ. ബൈബിളിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തില് വചനം ഇങ്ങനെ പറയുകയാണ്, യേശു കടന്നുപോയ ആ സമരിയ പ്രദേശത്ത് സിക്കാർ എന്ന പട്ടണത്തിൽ, സമരിയക്കാരുടെ ഒരു പട്ടണമാണ്, അവിടെ ഉള്ള യാക്കോബിന്റെ കിണറിന്റെ കരയിൽ യേശു നട്ടുച്ച നേരത്തിരിക്കുകയാണ്. വളരെ മനോഹരമാണ് ആ ചിത്രം. അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ യേശു ശിഷ്യന്മാരോടൊക്കെ പറയുകയാണ്, നിങ്ങൾ ഭക്ഷണസാധനം മേടിക്കാൻ വേണ്ടിയൊക്കെ പട്ടണത്തിലേക്ക് പോക്കോ, ഞാൻ ഇവിടെ നിന്ന് വിശ്രമിക്കട്ടെ. അങ്ങനെ എല്ലാ സാഹചര്യങ്ങളും ഒരുക്കുവാണ്. തനിച്ചവിടെ ആയിരിക്കുന്നു. ആ സമയത്ത് ഈ ഒരു സ്ത്രീ അവിടെ വെള്ളം കോരാൻ വരുമെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ ഈശോ അവിടെ കാത്തിരിക്കുകയാണ്. ഈ സമയത്താണ് ആ സമരിയക്കാരി സ്ത്രീ നട്ടുച്ച നേരത്താണ് അവിടെ വെള്ളം കോരാനായിട്ട് വരിക. ആ ഒരു സമയം തന്നെ ഈ സുവിശേഷകൻ പ്രത്യേകം എടുത്ത് പറയുമ്പോൾ നമ്മൾ കാണുന്ന ഒരു സത്യമുണ്ട്. എന്തുകൊണ്ട് ഈ സ്ത്രീ നട്ടുച്ച നേരത്ത്, മറ്റാരും അവിടെ ഇല്ലാത്തൊരു സമയത്ത്, എല്ലാവരും ഭക്ഷണം കഴിക്കാനും വിശ്രമിക്കാനൊക്കെ ആയിട്ട് വീടിൻ്റെ അകത്തായിരിക്കുന്ന സമയത്താണ് ഈ സമരിയക്കാരി സ്ത്രീ വെള്ളം കോരാൻ വരിക. അതുകൊണ്ട് തന്നെ ആ ഒരൊറ്റ ഒരു സംഭവം കൊണ്ട് തന്നെ, സമയം കൊണ്ട് തന്നെ നമുക്ക് തിരിച്ചറിയാൻ സാധിക്കും, ഈ പെൺകുട്ടി പകല് ഒരു ജീവിതമില്ലാത്തൊരു വ്യക്തിയാണ്. പരിഹാസത്തോടുകൂടെ മനുഷ്യർ നോക്കുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആരും ഇല്ലാത്തൊരു സമയത്ത് വന്ന് വെള്ളം കോരി ആ പിറ്റേ ദിവസം ഉച്ചവരെയുള്ള വെള്ളം ശേഖരിക്കാൻ വേണ്ടി വരുന്ന ഒരു സ്ത്രീ, അതാണ് ആ സ്ത്രീയുടെ അവസ്ഥ. ഇങ്ങനെയുള്ള ഒരു സ്ത്രീയെയും കാത്തുകൊണ്ട് ആ നട്ടുച്ച നേരത്ത് കിണറിന്റെ കരയിൽ കർത്താവ് കാത്തിരിക്കുകയാണ്. എന്നിട്ട് കർത്താവ് തന്നെയാണ് ആദ്യം സംഭാഷണം ആരംഭിക്കുക, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരിക. യേശു തന്നെ ഇനിഷ്യേറ്റീവ് എടുക്കുകയാണ്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരിക. വളരെ വളരെ സ്വാഭാവികമായിട്ട് ദാഹിച്ചിരിക്കുന്ന ഒരു വ്യക്തി അവിടെ വെള്ളം കോരാൻ വന്നൊരു സ്ത്രീയോട് ചോദിക്കുകയാണ്, എനിക്ക് കുടിക്കാൻ അല്പം വെള്ളം തരാമോ? മറുപടി, അങ്ങൊരു യഹൂദനാണ്, ഞാനൊരു സമരിയക്കാരിയാണ്, എങ്ങനെ അങ്ങേക്ക് എന്നോട് വെള്ളം ചോദിക്കാൻ സാധിക്കും? വളരെ വളരെ സാധാരണമായൊരു സംഭാഷണം. ഒരു സമരിയക്കാരി സ്ത്രീ, ഒരു യഹൂദ പുരുഷൻ. ഒരിക്കലും അവിടെ അങ്ങനെ ഒരു അനുവാദമില്ല. യഹൂദർ സമരിയക്കാരോട് സംസാരിക്കാറില്ല. ഇത് എടുത്തു പറഞ്ഞുകൊണ്ട് സ്ത്രീ പറയുകയാണ്, ഞാനൊരു സമരിയക്കാരി സ്ത്രീയാണ്, അങ്ങൊരു യഹൂദനാണ്, എങ്ങനെ എന്നോട് വെള്ളം ചോദിക്കാൻ സാധിക്കും? സാധാരണ കാര്യത്തിൽ കയറി വരികയാണ്. ഈശോ പറയുകയാണ്, നീ എന്നെ തിരിച്ചറിഞ്ഞിരുന്നുവെങ്കിൽ, നിന്നോട് വെള്ളം ചോദിക്കുന്ന ഞാൻ ആരാണെന്ന് നീ തിരിച്ചറിഞ്ഞിരുന്നെങ്കിൽ, നീ എന്നോട് വെള്ളം ചോദിക്കുകയും ഞാൻ നിനക്ക് ജീവന്റെ ജലം തരികയും ചെയ്യുമായിരുന്നു, പിന്നെ നിനക്ക് ദാഹിക്കുമായിരുന്നില്ല. വളരെ രസകരമായിട്ട് ആ സംഭാഷണം മുന്നോട്ട് പോവുകയാണ്. അവിടെയാണ് സ്ത്രീ വീണ്ടും ചോദിക്കുകയാണ്, അങ്ങയുടെ പക്കല് കോരാനായിട്ട് കയറും പാളയും ഒന്നുമില്ലല്ലോ, പിന്നെ എങ്ങനെ വെള്ളം തരും? വീണ്ടും ഇവള് ചോദിക്കുകയാണ്, ഞങ്ങൾക്ക് ഇത് നൽകിയ യാക്കോബിനേക്കാൾ വലിയവനാണോ അങ്ങ്? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആ ജീവന്റെ ജലം തരിക. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്നും പിന്നെ വെള്ളം കോരാൻ വരേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങ് പറഞ്ഞില്ലേ ഈ വെള്ളം കുടിച്ചാൽ പിന്നെ ദാഹിക്കുകയില്ലെന്ന്. അങ്ങനെയാണെങ്കിൽ ആ ജീവന്റെ ജലം എനിക്ക് തരിക. വളരെ മനോഹരമായിട്ടാണ് സംഭാഷണം മുന്നോട്ട് പോവുക. അടുത്ത സ്റ്റെപ്പ് ഈശോ എടുക്കുകയാണ്, ശരി, നീ ചോദിച്ച ജീവന്റെ ജലം ഞാൻ നൽകാം, പക്ഷേ ആദ്യം പോയി നിന്റെ ഭർത്താവിനെ വിളിച്ചുകൊണ്ട് വരിക. അവളുടെ ജീവിതത്തിലേക്ക് പതിയെ പതിയെ ഈശോ കടക്കുകയാണ്. പെട്ടെന്നുണ്ടാകുന്ന അവളുടെ പ്രതികരണം, എനിക്ക് ഭർത്താവില്ല. ഉടനെ തന്നെ യേശുവിൻ്റെ പ്രതികരണം വരികയാണ്, നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് ഭർത്താവില്ല എന്ന് നീ പറഞ്ഞത് സത്യമാണ്, പക്ഷേ നിനക്ക് 5 ഭർത്താക്കന്മാരുണ്ടായിരുന്നു, ഇപ്പോൾ നിന്റെ കൂടെയുള്ളവ നിന്റെ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യമാണ്. 2 പ്രാവശ്യമാണ് ആ ഒരു സെന്റൻസിൽ 2 പ്രാവശ്യം പറയുകയാണ്, മകളെ നീ പറഞ്ഞത് സത്യമാണ്. അവളെ അംഗീകരിക്കുന്ന ഒരവസ്ഥ. അതേ സമയത്ത് തിരുത്തലും വരികയാണ്, നീ പറഞ്ഞത് സത്യമാണ്, നിനക്ക് ഭർത്താവില്ല, നീ പറഞ്ഞത് സത്യമാണ്, പക്ഷേ നിനക്കുണ്ടായിരുന്നു, ഇപ്പോൾ ഉള്ളവൻ നിന്റെ ഭർത്താവല്ല, നീ പറഞ്ഞത് സത്യമാ. ഒരൊറ്റ സെന്റൻസ് തന്നെ 2 പ്രാവശ്യം അവളെ അംഗീകരിക്കുന്ന ഒരു വലിപ്പം നമുക്കവിടെ കാണാൻ സാധിക്കും. യേശു അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുകയാണ്. ഉടനെ അവൾ പ്രതികരിക്കുകയാണ്, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ തിരിച്ചറിയും. ആദ്യം ഒരു യഹൂദനായിട്ട് കണ്ട ആള് ഇപ്പോൾ അവളുടെ ജീവിതത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾ പറയുകയാണ്, അങ്ങൊരു പ്രവാചകനാണെന്ന് ഞാൻ തിരിച്ചറിയാം.
ആ കിണറുകരയിൽ ഇരുന്നു കൊണ്ട് യേശു അവളോട് സംസാരിക്കുന്നു. അവളുടെ ഹൃദയം എന്തിനു വേണ്ടി അവൾ ദാഹിച്ചിരുന്നോ ആ ഒരു നിത്യജീവൻ, ആ ഒരു ജീവന്റെ ജലം അവൾ ആവോളം നുകർന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ വചനത്തിൽ കാണുകയാണ്, അവൾ ആ കുടം അവിടെ വെച്ചിട്ട് ഓടിപ്പോവുകയാണ്. താൻ അനുഭവിച്ചറിഞ്ഞ ഒരു മനുഷ്യൻ, താൻ അനുഭവിച്ച ആ ഒരു ദാഹശമനം, ആ ഒരു നിത്യജീവന്റെ നിർവൃതി അത് അനുഭവിച്ചു കഴിഞ്ഞപ്പോൾ അവൾ എന്തിനു വേണ്ടി വന്നു എന്ന് പോലും മറന്നിട്ട് അവൾ കൊണ്ടുവന്ന കുടം തന്നെ അവിടെ മറന്നു വെച്ചിട്ട് തിടുക്കത്തിൽ പോവുകയാണ്. പരിശുദ്ധ അമ്മ തിടുക്കത്തിൽ എലിസബത്തിന്റെ അടുത്തേക്ക് പോയതുപോലെ സമറിയക്കാരി സ്ത്രീ തിടുക്കത്തിൽ പോവുകയാണ്. അവൾ ആദ്യത്തെ മിഷണറി ആയിട്ട് മാറുകയാണ്. യേശുവിന് ശേഷം, പരിശുദ്ധ അമ്മയ്ക്ക് ശേഷം ആദ്യമായിട്ടൊരു മനുഷ്യ വ്യക്തി യേശുവിനെ കൊണ്ട് ഓടുന്നതാണ് സത്യത്തിൽ നമ്മൾ ഇവിടെ കാണുക. ഈ കിണറിന്റെ ചുവട്ടിൽ നിന്ന് സമറിയയിലേക്ക് അവൾ ഓടുകയാണ്. എന്നിട്ട് അവിടെ ചെന്നിട്ട് അവൾ വിളിച്ചു പറയുന്ന ഒരു സത്യമുണ്ട്, ഇതാ ഒരു മനുഷ്യൻ കിണറിന്റെ കരയിൽ ഇരിപ്പുണ്ട്. ഈ മനുഷ്യൻ മറ്റെല്ലാ പുരുഷന്മാരെക്കാളൊക്കെ വ്യത്യസ്തമായ, എൻ്റെ ജീവിതത്തിൽ പല പുരുഷന്മാരെ ഞാൻ കണ്ടിട്ടുണ്ട്, പക്ഷേ ഇവിടെ കിണറുകരയിൽ ഇരിക്കുന്ന പുരുഷൻ മറ്റു വ്യക്തികളെക്കാൾ വ്യത്യസ്തമാണ്. എൻ്റെ ജീവിതത്തിൽ നടന്ന കാര്യങ്ങളെല്ലാം പച്ചയ്ക്ക് എന്നോട് പറഞ്ഞൊരു മനുഷ്യൻ അവിടെ കിണറിന്റെ കരയിൽ ഇരിപ്പുണ്ട്. നിങ്ങൾ ചെന്ന് നോക്ക്, ഇവനായിരിക്കുമോ നമ്മൾ കാത്തിരിക്കുന്ന മിശിഹ. എത്ര മനോഹരമായിട്ടാണ് നോക്കി അവരിലേക്ക് യേശുവിനെ കൊടുക്കുന്നത്. ഈ അടുത്ത കാലത്ത് ഒരു പുസ്തകത്തിൽ ഞാൻ വായിക്കുകയുണ്ടായി, ശരിക്കും ഒരു മിഷൻ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ധർമ്മക്കാരൻ അവൻ ധർമ്മം ഇങ്ങനെ തെണ്ടി നടക്കുകയാണ്. അപ്പോൾ ഒരു വീട്ടിൽ നിന്ന് വളരെ സന്തോഷത്തോടു കൂടി അവന് ഭക്ഷണം കൊടുത്തു. അത് ആവോളം ഭക്ഷിച്ചു കഴിഞ്ഞിട്ട് അവൻ തിരിച്ച് ആ മറ്റു ധർമ്മക്കാരുടെ അടുത്ത് വരുമ്പോൾ ആ ധർമ്മക്കാർ പറയുകയാണ്, ഇന്ന വീടുണ്ടല്ലോ, അവിടെ നിങ്ങൾ ചെന്ന് കഴിഞ്ഞാൽ സന്തോഷത്തോടു കൂടെ ഭക്ഷണം തരുന്ന ഒരു അമ്മച്ചി അവിടെയുണ്ട്. അനുഭവിച്ചറിഞ്ഞ ആ ഒരു സന്തോഷം മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുക. ഇതിനെയാണ് ശരിക്കും മിഷൻ പ്രവർത്തനം എന്ന് പറയും. ഞാൻ അനുഭവിച്ചറിഞ്ഞ സന്തോഷം നിങ്ങളും കൂടി ഒന്ന് അനുഭവിച്ചറിയുക. ഇവിടെ ഈ സ്ത്രീ ചെന്നിട്ട് ഈ സമരിയക്കാരോട് പറയുകയാണ്, എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന ഒരു വ്യക്തിയെ കിണറിന്റെ കരയിൽ ഇരിപ്പുണ്ട്, നിങ്ങളും പോയി ഒന്ന് നോക്ക്, ഒരുപക്ഷെ അവനായിരിക്കുമോ നമ്മൾ കാത്തിരുന്ന മിശിഹ. പ്രിയപ്പെട്ടവരെ, നമ്മൾ അറിയേണ്ട ഒരു സത്യമുണ്ട്, അന്ന് വരെ ഈ സ്ത്രീയുടെ വചനത്തിന് യാതൊരു വിലയും കൽപ്പിക്കാതിരുന്നവർ, ഈ സ്ത്രീയെ ഒരു 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 അകറ്റി നിർത്തിയിരുന്ന ഒരു സമൂഹം, പക്ഷെ ഇവിടെ ഇവളുടെ പ്രഘോഷണം കേട്ടുകൊണ്ട് ഒരുമിച്ചിറങ്ങുകയാണ്. അങ്ങനെയാണെങ്കിൽ ആ മനുഷ്യനെ ഒന്ന് കാണുക തന്നെ വേണം. ആ ജനം മുഴുവനും അവിടുന്ന് ഒരുമിച്ചിറങ്ങി കിണറിന്റെ കരയിലേക്ക് വരികയാണ്. വചനത്തിലൂടെ നമ്മൾ കടന്നു ചെല്ലുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും, അവര് യേശുവുമായിട്ട് സമയം ചെലവഴിക്കുന്നു. അവിടെ തീരുന്നില്ല. ആ സംസാരത്തിന്റെ അവസാനം അവർ യേശുവിനോട് പറയുകയാണ്, അങ്ങ് പോകരുത്, ഞങ്ങളുടെ കൂടെ താമസിക്കണം. 2 ദിവസം യേശു അവരുടെ കൂടെ താമസിച്ചു എന്ന വചനം പറയുക. ഇത് കഴിഞ്ഞിട്ട് 2 ദിവസം യേശുവിനോട് കൂടെ താമസിച്ചു കഴിഞ്ഞാൽ ഈ മനുഷ്യര് പിന്നെ കാണുന്നത് ഈ സ്ത്രീയാണ്. എന്നിട്ട് ഈ സ്ത്രീയോട് പറയുന്ന വചനമുണ്ട്, ഇനി ഞങ്ങൾ അവനിൽ വിശ്വസിക്കുന്നത് നീ പറഞ്ഞത് കൊണ്ടല്ല, മറിച്ച് ഞങ്ങൾ തന്നെ തിരിച്ചറിഞ്ഞിരിക്കുന്നു അവൻ വരാനിരിക്കുന്ന ക്രിസ്തുവാണ്. എത്ര മനോഹരമായ മിഷൻ പ്രവർത്തനം. പ്രിയപ്പെട്ടവരെ, നാം എല്ലാവരും വിളിക്കപ്പെട്ടിരിക്കുന്നത് യേശുവിനെ അറിയുവാനും യേശുവിനെ കൊടുക്കുവാനും വേണ്ടിയാണ്. ഇന്ത്യയുടെ ചരിത്രം പഠിക്കുമ്പോൾ മഹാത്മാഗാന്ധിയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സംഭവം പറയുന്നുണ്ട്. മഹാത്മാഗാന്ധിജിയെ കാണുവാനായിട്ട് ആ കാലഘട്ടങ്ങളിൽ കുറെ വിദേശ മിഷണറിമാർ വന്നു. അവർ കപ്പൽ കടന്ന് ഇവിടെ വന്നവരാണ്, മറ്റ് യാത്രക്കാരുടെ കൂട്ടത്തിൽ വന്നവരാണ്. അവർ ഈ മഹാത്മാഗാന്ധിയെ കാണുവാനായിട്ട് ചെന്നിട്ട് മഹാത്മാഗാന്ധിയോട് പറയുകയാണ്, ഞങ്ങൾ ക്രിസ്ത്യൻ മിഷണറിമാരാണ്, ഞങ്ങളിങ്ങനെ രാജ്യങ്ങൾ മുഴുവനും ഇങ്ങനെ യേശുവിൻ്റെ സുവിശേഷം പറഞ്ഞു കൊടുക്കുന്നവരാണ്. ഇവിടെ ഞങ്ങൾ ഇന്ത്യയിൽ വന്നിരിക്കുകയാണ്, ഞങ്ങൾക്ക് ഇവിടുത്തെ ജനത്തോട് യേശുവിനെ കുറിച്ച് പറയുവാനായിട്ട് അങ്ങ് അനുവാദം തരണം. അവിടെ ഈ മഹാത്മാഗാന്ധി ആ മിഷണറിമാരോട് പറഞ്ഞു എന്നാ പറയുക, ഇന്ത്യക്ക് ആവശ്യം ഒരു റോസപ്പൂവിൻ്റെ സുവിശേഷം. അവ ഈ മിഷണറിമാർക്കൊന്നും മനസ്സിലായില്ല എന്താണ് ഈ റോസപ്പൂവിൻ്റെ സുവിശേഷം. അപ്പം ഗാന്ധിജി വിവരിച്ചു കൊടുത്തു, ഒരു റോസച്ചെടി
അത് എവിടെ നിന്നോട്ടെ, വീട്ടിലായിക്കോട്ടെ, കാട്ടിലായിക്കോട്ടെ, എവിടെ ആയിക്കോട്ടെ, അവിടെ നിൽക്കുന്നിടത്ത് മനോഹരമായിട്ട് അത് പുഷ്പിക്കണം. അതിൻ്റെ പുഷ്പം കാണുമ്പോൾ, അതിൻ്റെ മനോഹാരിത കാണുമ്പോൾ, അതിൻ്റെ ആ ഭംഗി കാണുമ്പോൾ ആ കാണുന്നവർക്കെല്ലാം അത് സ്വന്തമാക്കുവാനായിട്ട് തോന്നുന്നു. അതൊരു പ്രസംഗവും പ്രസംഗിക്കുന്നില്ല, മറിച്ച് അതായിരിക്കുന്നിടത്ത് ഏറ്റവും മനോഹരമായിട്ട് തൻ്റെ ആ സത്തയെ പ്രകാശിപ്പിക്കണം. അപ്പോൾ എല്ലാവർക്കും തോന്നുക, സ്വന്തമാക്കാൻ തോന്നുകയാണ്. ഇതാണ് ഇന്ത്യക്ക് ആവശ്യമുള്ള സുവിശേഷമെന്ന് അന്ന് ഗാന്ധിജി ആ മിഷണറിമാരോട് പറഞ്ഞു എന്നാ പറയുക. എന്ന് വെച്ചാൽ ഇവിടെ പ്രസംഗമല്ല ആവശ്യം, ഇവിടെ വേണ്ടത് ജീവിത മാതൃകയാണ്. പ്രിയപ്പെട്ടവരെ, നാം ഒക്കെ നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, പ്രത്യേകിച്ച് ഈ സമരിയക്കാരി സ്ത്രീയുടെ ആ ജീവിതവുമായിട്ട് ചിന്തിക്കുമ്പോൾ, പരിശുദ്ധ അമ്മയുടെ ജീവിതമായിട്ട് ചിന്തിക്കുമ്പോൾ, ഈശോയുടെ തന്നെ ജീവിതമായിട്ട് നമ്മൾ തുലനം ചെയ്യുമ്പോൾ, നമ്മൾ അനുഭവിച്ചറിഞ്ഞതേ നമുക്ക് മറ്റുള്ളവർക്ക് കൊടുക്കാനായിട്ട് സാധിക്കും. അനുഭവിച്ചറിഞ്ഞ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുവാനായിട്ട് വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ഓരോരുത്തരും. സുവിശേഷത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ യേശുവിൻ്റെ വ്യക്തമായ കൽപ്പന, നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുക. ഇത് എല്ലാവർക്കും ദൈവം കൊടുത്ത കൽപ്പനയാണ്. മാമോസ സ്വീകരിച്ച് യേശുവിനെ കർത്താവും ദൈവമായിട്ട് അംഗീകരിക്കുന്ന എല്ലാവർക്കും കർത്താവ് കൊടുക്കുന്ന കൽപ്പനയാണ്, നിങ്ങൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ നിങ്ങൾ സ്വന്തമാക്കി വെച്ചുകൊണ്ടിരിക്കുവാനുള്ളതല്ല, മറ്റുള്ളവർക്ക് കൊടുക്കാൻ വേണ്ടിയുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, 12 ശിഷ്യന്മാരെയാണ് ഈശോ തെരഞ്ഞെടുത്തത്. ഈ 12 ശിഷ്യന്മാരെ 3 വർഷം ഇങ്ങനെ കൊണ്ടു നടന്നു. അങ്ങനെ കൊണ്ടു നടന്ന് അവരെല്ലാം പഠിപ്പിച്ചു. അവസാനം അവരോട് ചേർന്ന് പരിശുദ്ധ കുർബാന സ്ഥാപിച്ചു. ഇത് എൻ്റെ ഓർമ്മയ്ക്കായിട്ട് ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അവർക്ക് കൽപ്പന കൊടുത്തു. എന്നിട്ട് കുരിശില് ആ ബലി അർപ്പിച്ച് മരിച്ചു ഉത്ഥാനം ചെയ്ത ഈശോ തൻ്റെ സഹനം കൊണ്ട്, തൻ്റെ ആ മരണം കൊണ്ട് ചിതറിപ്പോയ ശിഷ്യന്മാരെ വീണ്ടും ഒരുമിച്ച് കൂട്ടി, വീണ്ടും 40 ദിവസം അവരെ വീണ്ടും പഠിപ്പിച്ചു. എന്നിട്ട് 40-ാം നാള് അവരെ ഒരുമിച്ചിരുത്തിയിട്ട് പറഞ്ഞു, ഉന്നതങ്ങളിൽ നിന്ന് ശക്തി കിട്ടുന്നത് വരെ നിങ്ങൾ ഇവിടെ ഇരിക്കുക. എന്നിട്ട് ഉന്നതങ്ങളിൽ നിന്ന് ശക്തി കിട്ടിക്കഴിയുമ്പോൾ, പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിയുമ്പോൾ നിങ്ങൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോകും. അന്ന് പരിശുദ്ധ അമ്മയോട് കൂടെ ഇരുന്ന 12 ശിഷ്യന്മാര് പിന്നീടുള്ള 10 ദിവസം ത്യാഗം ചെയ്ത് പ്രാർത്ഥിച്ചു ഉന്നതങ്ങളിൽ നിന്ന് ശക്തി കിട്ടുവാനായിട്ട്. അങ്ങനെ പെന്തക്കോസ്താ ദിവസം പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച് പരിശുദ്ധ കത്തോലിക്ക സഭ ആരംഭം കുറിച്ച് അതിനുശേഷം ഈ ശിഷ്യന്മാര് പിന്നെ അവരുടെ ഒതുങ്ങിക്കൂടുകയല്ല ചെയ്തത്. അന്ന് വരെ അവര് ഒരു മുറിക്കുള്ളിൽ ഒരുമിച്ചിരുന്നു. പക്ഷേ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവരിൽ കർത്താവിൻ്റെ കൽപ്പന പ്രവർത്തിക്കാൻ തുടങ്ങി. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോട് സുവിശേഷം പ്രസംഗിക്കുക. അങ്ങനെ അവർ ഇറങ്ങിത്തിരിക്കുകയാണ്. അങ്ങനെ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് ഈ 12 പേര് ഇറങ്ങിത്തിരിച്ചതിൻ്റെ ഫലമാണ് ഇന്ന് ലോകം മുഴുവനും യേശുവിനെ അറിയുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. നമ്മൾ ചിന്തിച്ചു നോക്കിയേ, ഈ 12 ശിഷ്യന്മാര് അവർക്ക് കിട്ടിയ വിശ്വാസം ഇത് ഞങ്ങൾക്ക് മാത്രമുള്ളതാണെന്ന് പറഞ്ഞുകൊണ്ട് മുറി അടച്ചിരുന്ന് ഇങ്ങനെ സ്തുതിക്കാനും പ്രാർത്ഥിക്കാനും കുർബാന ചെല്ലുവാനും മാത്രമായിട്ട് ചെലവഴിച്ചിരുന്നെങ്കിൽ യേശുവിനെ ആരെങ്കിലും അറിയുമായിരുന്നു? ആ 12 പേര് സ്വന്തം ജീവൻ തന്നെ ബലിയർപ്പിച്ചുകൊണ്ട് ലോകത്തിലേക്ക് ഇറങ്ങിയപ്പോൾ, ആ യേശുവിന് വേണ്ടി രക്തം ചിന്താൻ തയ്യാറായപ്പോൾ, മരിക്കണമെങ്കിൽ മരിക്കട്ടെ, ഞാൻ യേശുവിനെ മറ്റുള്ളവർക്ക് കൊടുക്കുമെന്നുള്ള ആ ഒരു ദാഹം അവരിൽ ജനിച്ചപ്പോൾ അവർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പോവുകയാണ്. അവർ യേശുവിനെ ലോകത്തിന് കൊടുക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് കർത്താവ് നമുക്ക് ഓരോരുത്തർക്കും തന്നിരിക്കുന്ന ഉത്തരവാദിത്വം അല്ലെങ്കിൽ കൽപ്പന. നിങ്ങൾ ലോകമെങ്ങും പോയി സകല സൃഷ്ടികളോടും സുവിശേഷം പ്രഘോഷിക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ ഇന്ന് ഒത്തിരിയേറെ വിദേശത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒത്തിരിയേറെ പേര് അതിനെക്കുറിച്ച് പരിതപിക്കുന്നുണ്ട്. നമ്മുടെ വീടുകളിലൊന്നും ഇന്ന് ചെറുപ്പക്കാരല്ല, എല്ലാവരും +2 കഴിയുമ്പോൾ വിദേശങ്ങളിലേക്ക് പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, ഈ ഒരു സാഹചര്യത്തിൻ്റെയും ദൈവികമായൊരു വശം കൂടി നമ്മൾ തിരിച്ചറിയേണ്ടതുണ്ട്. അത് ഈ കൊച്ചുങ്ങളെ യാത്രയാക്കുന്ന മാതാപിതാക്കളും ആ കൊച്ചുങ്ങളും തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. നിങ്ങൾ ഈ നാടും ഈ വീടും നിങ്ങളുടെ ബന്ധുക്കളെയൊക്കെ വിട്ട് നിങ്ങൾ അന്യദേശത്തേക്ക് പോകുന്നത് അവിടെ പോയി കിടന്ന് മരണപ്പണിയെടുത്ത് ജീവിക്കാനോ, അല്ലെങ്കിൽ പണത്തിനു വേണ്ടി മാത്രമോ, അല്ലെങ്കിൽ നല്ലൊരു ജോലിക്ക് വേണ്ടി മാത്രമോ ആയിട്ട് നിങ്ങൾ ചുരുങ്ങി പോകരുത്. നിങ്ങൾ സത്യം മനസ്സിലാക്കണം, നിങ്ങളെ ദൈവം അങ്ങോട്ട് അയക്കുന്നത് യേശുവിൻ്റെ മിഷണറിമാരാകാൻ വേണ്ടിയാണ്. പണ്ട് നമുക്ക് വിദേശ മിഷണറിമാർ നമ്മുടെ നാട്ടിലേക്ക് പോകും, നമുക്ക് വിശ്വാസം നൽകി. ആ വിശ്വാസം നമ്മുടെ കേരളത്തിൽ അങ്ങോട്ട് പടർന്ന് പന്തലിച്ചു.
ഇന്ന് നമ്മുടെ ദൗത്യമാണ് ഈ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ മറ്റു രാജ്യങ്ങൾക്ക് കൊടുക്കുക. അതിന് ദൈവം ഒരുക്കുന്ന ഒരു സാഹചര്യം കൂടിയാണ് ഇന്ന് നമ്മുടെ യുവാക്കൾ ഇങ്ങനെ വിദേശത്തേക്ക് ഇങ്ങനെ ഒത്തിരി ദാഹത്തോടുകൂടെ ചേക്കേറിക്കൊണ്ടിരിക്കുന്നത്. ആ ഒരു വശം നമ്മൾ മറക്കരുത്. നമ്മൾ ചെല്ലുന്നിടത്ത് സുവിശേഷം കൊടുക്കുവാൻ നമുക്ക് സാധിക്കണം. നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മൾ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ അത് പ്രഘോഷിക്കുവാനുള്ള ധൈര്യം നമുക്ക് കിട്ടണം. അത് നമ്മുടെ കുഞ്ഞുങ്ങൾ മനസ്സിലാക്കണം. എന്നെ ഈ ലോകത്തിലേക്ക് അല്ലെങ്കിൽ ഈ ഒരു രാജ്യത്തിലേക്ക് അയച്ചിരിക്കുന്നത് വെറുതെ പണിയെടുത്ത് കുറച്ച് കാശുണ്ടാക്കാൻ വേണ്ടി മാത്രമല്ല, മറിച്ച് ഞാൻ ആയിരിക്കുന്നിടത്ത് എൻ്റെ യേശുവിനെ കൊടുക്കാൻ വേണ്ടിയാണ്. ഈ ബോധ്യമുണ്ടാണ്. അപ്പോൾ കുഞ്ഞുങ്ങൾക്ക് തന്നെ അവരുടെ ജീവിതത്തിൻ്റെ അർത്ഥം തോന്നും. കൃപയുണ്ടാകട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. നാം എവിടെയായിരുന്നാലും അവിടെയെല്ലാം യേശുവിനെ കൊടുക്കാനുള്ള അഭിഷേകം ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. ഇനി നമ്മുടെ ജീവിതാന്തസ്സിനെ കുറിച്ച് ചിന്തിക്കുക. കുടുംബ ജീവിതം എന്നുള്ള ഒരു ജീവിതാന്തസ്സിലേക്ക് ഒരു വ്യക്തിയെ ദൈവം ഉയർത്തുമ്പോൾ നമുക്ക് ചിലപ്പോൾ തോന്നും, നമ്മുടെ ജീവിതം അങ്ങനെ മിഷണറി ജീവിതമൊന്നുമല്ല. മിഷണറിമാർ ശരിക്കും അച്ഛന്മാർ കന്യാസ്ത്രീകളൊക്കെയാണ്. ശരിയാണ്, അച്ഛന്മാരെയും കന്യാസ്ത്രീകളെ ദൈവം തിരഞ്ഞെടുക്കുക അവരുടെ ജീവിതം മുഴുവനും യേശുവിന് വേണ്ടി സമർപ്പിക്കുവാനും യേശുവിനെ പ്രഘോഷിക്കാനും വേണ്ടി തന്നെയാണ്. പക്ഷെ അത് മാത്രമല്ല മിഷൻ പ്രവർത്തനം. ഓരോ വ്യക്തിയോടും ഈശോ പറയുകയാണ്, നീ ലോകമെങ്ങും പോയി സുവിശേഷം പ്രഘോഷിക്കുവാൻ കടപ്പെട്ടിരിക്കുക. അങ്ങനെയാണെങ്കിൽ വിവാഹം എന്നുള്ളൊരു കുദാശ സ്വീകരിക്കുന്ന ഒരു വ്യക്തി ആ ജീവിത പങ്കാളിയെ അവൻ്റെ കയ്യിൽ ദൈവം ഏൽപ്പിക്കുന്നത് എന്തിനു വേണ്ടിയാ? താൻ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ ജീവിതത്തിലൂടെ ആ ജീവിത പങ്കാളിക്ക് പകർന്നു കൊടുക്കാൻ വേണ്ടിയാ. അപ്പോൾ ഓരോ വിവാഹത്തിലും ആ ഭാര്യ ആയിക്കോട്ടെ ഭർത്താവായിക്കോട്ടെ കർത്താവിൻ്റെ കൽപ്പന സ്വീകരിക്കുകയാണ്. ദൈവം തരുന്ന ആ വ്യക്തിക്ക് യേശുവിൻ്റെ ഒരു പ്രതിനിധിയായി മാറുക, യേശുവിനെ കാട്ടിക്കൊടുക്കുക, താൻ അനുഭവിച്ചറിഞ്ഞ് യേശുവിനെ പകർന്നു കൊടുത്ത് അങ്ങനെ ആ വ്യക്തിയുടെ തമ്പുരാൻ തന്ന ജീവിത പങ്കാളിയുടെ ആത്മാവിനെ നേടി ദൈവത്തിന് കൊടുക്കാൻ വേണ്ടിയുള്ള വിളിയാണ് ഒരു വിവാഹം എന്നുള്ള കുദാശ. അതിങ്ങനെ വെറുതെ ഒരു കുടുംബജീവിതം നയിച്ച് ഏതാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകി മരിക്കുവാനുള്ളതായിട്ട് നമ്മൾ ചുരുക്കിക്കളയരുത്. അത് ദൈവവചനം പ്രഘോഷിക്കുവാനായിട്ട് ദൈവം തരുന്നൊരവസരമാണ്. ദൈവം തരുന്ന കുഞ്ഞുങ്ങൾ, ആ കുഞ്ഞുങ്ങൾ ദൈവത്തിൻ്റെ കുഞ്ഞാണ്. നമ്മുടെ കൈ കൊണ്ട് ഏൽപ്പിക്കുന്ന എന്തിനു വേണ്ടിയാ? ആ കുഞ്ഞുങ്ങളെ കുഞ്ഞുപ്രായം മുതൽ തന്നെ ആ മാതാപിതാക്കൾ തങ്ങൾ അനുഭവിക്കുന്ന സ്നേഹം, ആ ദൈവസ്നേഹം പകർന്നു കൊടുത്ത് ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങളായി വളർത്താൻ വേണ്ടിയാ. അപ്പൊ നമുക്കൊക്കെ തമ്പുരാൻ തരുന്ന അവസരം, സുവിശേഷം പ്രസംഗിക്കാൻ തരുന്ന അവസരമാണ് ഒരു കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ഒരു പെൺകുട്ടി വിവാഹം കഴിച്ച് ഭർത്താവിൻ്റെ വീട്ടിലേക്ക് കടന്നു ചെല്ലുമ്പോൾ അവൾ കടന്നു ചെല്ലേണ്ട ഒരു മിഷണറി ആയിട്ടാണ്. അവിടെയുള്ള ആ ഭർത്താവിന്, അവിടെയുള്ള ഭർത്താവിൻ്റെ മാതാപിതാക്കൾക്ക്, സഹോദരങ്ങൾക്ക് യേശുവിനെ കാട്ടിക്കൊടുക്കുവാൻ വേണ്ടി പ്രസംഗം കൊണ്ടല്ല. കുടുംബത്തിലെ പ്രസംഗത്തിന് വലിയ പ്രസക്തിയില്ല. കുടുംബത്തിൽ ജീവിതമാണ് ആവശ്യം. ജീവിച്ച് കാണിക്കുക. എൻ്റെ പ്രധാനപ്പെട്ട ദൗത്യം എൻ്റെ യേശുവിനെ അനുഭവിക്കാനും യേശുവിനെ കൊടുക്കുവാനുമാണെന്ന് ജീവിതത്തിലൂടെ പ്രഘോഷിക്കുവാനുള്ള വലിയ വിളിയാണ് ഓരോ കുടുംബജീവിതവും. പ്രിയപ്പെട്ടവരെ, നമുക്ക് സമാപനത്തിലേക്ക് വരുമ്പോൾ കർത്താവ് പിതാവിൻ്റെ സ്നേഹം ഈ ലോകത്തിലേക്ക് കൊണ്ടുവന്ന ഈശോ, അതാണ് നമ്മൾ ക്രിസ്മസിൽ അനുസ്മരിക്കുക. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം നമുക്ക് പകർന്നു തന്ന ഈശോ, അതിനുവേണ്ടി യേശു എന്താ ചെയ്തത്? ദൈവത്തോടുള്ള സമാനത വേണ്ടെന്ന് വെച്ചിട്ട് മനുഷ്യൻ്റെ രൂപം ധരിച്ചു. പരിശുദ്ധ അമ്മ, ആ യേശുവിനെ സ്വീകരിച്ച പരിശുദ്ധ അമ്മ ഉടനെ പോവുകയാണ് ആ യേശുവിനെ മറ്റവർക്ക് കൊടുക്കുവാനായിട്ട്. തിടുക്കത്തിൽ യേശുവിനെ കിണറുകരയിൽ അറിഞ്ഞ ആ സമരിയക്കാരി സ്ത്രീ കുടം പോലും മറന്നു വെച്ചിട്ട് ഓടുകയാണ്. എൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നൊരു വ്യക്തി അവിടെ ഇരിപ്പുണ്ട്, നിങ്ങൾ പോയി കാണുക. നാം എല്ലാവരും മിഷണറിമാരാകുവാനായിട്ട് വിളിക്കപ്പെട്ടതാണ്. ഈ ഒരു ക്രിസ്മസ് നമ്മൾ ഒരുങ്ങുമ്പോൾ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം, ഈശോ നമ്മുടെ ജീവിതത്തിൽ പിറക്കട്ടെ, യേശു നമ്മുടെ ഹൃദയത്തിൽ പിറക്കട്ടെ, യേശു നമ്മുടെ കുടുംബത്തിൽ ശരിക്കും അവതരിക്കട്ടെ. അങ്ങനെ അനുഭവിച്ചറിഞ്ഞ യേശുവിനെ നമുക്ക് ലോകം മുഴുവൻ കൊടുക്കുവാനായിട്ട് നമ്മുടെ ജീവിത സാഹചര്യത്തിൽ, നമ്മുടെ ജീവിത അന്തസ്സിൽ, നമ്മൾ ജോലി ചെയ്യുന്നിടത്ത്, എവിടെയൊക്കെ നമ്മൾ ചെല്ലുന്നുണ്ടോ യേശുവിനെ കൊടുക്കുന്നവരായി മാറുവാനായിട്ടുള്ള കൃപ ദൈവം നമുക്ക് എല്ലാവർക്കും നൽകട്ടെ. നമുക്കൊരു നിമിഷം ഒന്ന് കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പി പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് പിതാവായ ദൈവത്തിൻ്റെ മിഷണറിയായിട്ട് ലോകത്തിലേക്ക് വന്നു. അങ്ങയെ സ്വീകരിച്ച പരിശുദ്ധ അമ്മ ഉദരത്തിൽ അങ്ങേയും വഹിച്ചുകൊണ്ട് തിടുക്കത്തിൽ മറ്റുള്ളവരുടെ ആവശ്യങ്ങളിലേക്ക് കടന്നു ചെന്നു. സമരിയക്കാരി സ്ത്രീ കിണറുകരയിൽ വെച്ച് അങ്ങയെ അനുഭവിച്ചറിഞ്ഞ് അങ്ങ് പ്രവാചകനാണ്, അങ്ങ് വരാനിരിക്കുന്ന മിശിഹാൻ തിരിച്ചറിഞ്ഞപ്പോൾ അങ്ങയെയും കൊണ്ട് അവരുടെ നാട്ടിലേക്ക് ഓടുന്നത് ഞങ്ങൾ കാണുകയാണ്. ഞങ്ങൾ ഓരോരുത്തരും ഇതുപോലെ തന്നെ യേശുവിനെ അറിയുവാനും കൊടുക്കുവാനും ഉള്ളവരാണെന്നുള്ള സത്യം ഞങ്ങൾ തിരിച്ചറിയുന്നു. കർത്താവേ, ഞങ്ങളെ അനുഗ്രഹിക്കണമേ.
അങ്ങയുടെ കൃപയിൽ വളരുവാനും അങ്ങേ കൊടുക്കുന്നവരായി മാറുവാനും ഞങ്ങളെല്ലാവരും അനുഗ്രഹിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.